പ്രിയപ്പെട്ടവരെ, അൻസാർ പുളിക്കൽ. നമുക്ക് രോഗം വരുമ്പോൾ കഴിക്കുന്ന ആന്റിബയോട്ടിക്കുകൾ നമ്മളെ രോഗത്തിൽ നിന്ന് രക്ഷിക്കാറുണ്ട്. പക്ഷേ ചില ബാക്ടീരിയകൾ ഈ ആന്റിബയോട്ടിക്കുകളോട് പ്രതിപ്രവർത്തനം കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതിനെയാണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അഥവാ AMR എന്ന് പറയുന്നത്. AMR ഒരു വലിയ ആഗോള പ്രശ്നമാണ്. ഇത് മുറിവുകൾ, ശസ്ത്രക്രിയകൾ തുടങ്ങിയ സാധാരണ ചികിത്സകളെ പോലും അപകടകരമാക്കുന്നു. ഈ വീഡിയോയിൽ AMR എന്താണെന്നും അത് എങ്ങനെ ഉണ്ടാകുന്നുവെന്നും അതിന്റെ അപകടങ്ങൾ എന്തൊക്കെയാണ് എന്നുമാണ് വിശദീകരിച്ചിരിക്കുന്നത്. ഈ സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എന്താണ് AMR അഥവാ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്? രോഗമുണ്ടാക്കുന്ന ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്കുകൾ, ആന്റിവൈറൽ മരുന്നുകൾ, ആന്റി ഫംഗൽ മരുന്നുകൾ തുടങ്ങിയ മരുന്നുകളോട് രോഗാണുക്കൾ പ്രതിരോധം കാണിക്കുന്ന അവസ്ഥയാണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അഥവാ AMR എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരിക്കൽ ഫലപ്രദമായ മരുന്നുകൾ ഇനി ഫലം ചെയ്യില്ല എന്ന് അർത്ഥം. എന്തുകൊണ്ടാണ് AMR അഥവാ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഒരു പ്രശ്നമായി മാറുന്നത്? AMR കാരണമായി രോഗചികിത്സ ബുദ്ധിമുട്ടിലായിത്തീരുന്നു. AMR കാരണം സാധാരണ രോഗങ്ങൾ പോലും ചികിത്സിക്കാൻ ബുദ്ധിമുട്ടായി മാറുന്നു. രോഗികളുടെ മരണം സംഭവിക്കുന്നു. AMR കാരണം ചികിത്സിക്കാൻ കഴിയാത്ത രോഗങ്ങൾ മൂലം ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുന്നു. ആരോഗ്യ സംവിധാനത്തിൽ അധിക ഭാരം AMR കാരണമായി ഉണ്ടാകുന്നു. ഇതുമൂലം ആശുപത്രിയിൽ പ്രവേശനം വർദ്ധിക്കുകയും ചികിത്സാ ചെലവുകൾ വർദ്ധിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ശസ്ത്രക്രിയകളുടെ സുരക്ഷ ബുദ്ധിമുട്ടാവുന്നു. ശസ്ത്രക്രിയക്ക് മുമ്പ് നൽകുന്ന ആന്റിബയോട്ടിക്കുകൾ ഫലപ്രദമായില്ലെങ്കിൽ അണുബാധയുടെ സാധ്യത വർദ്ധിക്കുന്നു. എങ്ങനെയാണ് AMR വ്യാപിക്കുന്നത്? ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് കൂടുതൽ വ്യാപിക്കുന്നത് എങ്ങനെയാണ്? AMR വ്യാപിക്കുന്നതിനുള്ള ഒന്നാമത്തെ കാരണം ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗമാണ്. ആവശ്യത്തിലധികം ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത് ബാക്ടീരിയകൾക്ക് പ്രതിരോധം വർദ്ധിപ്പിക്കാനുള്ള അവസരം നൽകുന്നു. അതുപോലെ തന്നെ ആന്റിബയോട്ടിക്കുകളുടെ തെറ്റായ ഉപയോഗവും AMR വർദ്ധിക്കാൻ കാരണമാവുന്നു. മുഴുവനായും കഴിക്കാതെ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നതും ഇത് ഒരു പ്രശ്നമാകുന്നു. ആരോഗ്യ സംവിധാനത്തിലെ അണുബാധ നിയന്ത്രണത്തിലെ പോരായ്മകളും AMRന്റെ വ്യാപനത്തിന് കാരണമായി തീരുന്നു. മറ്റൊരു കാരണം കൃഷിയിലെ ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗമാണ്. കൃഷിയിൽ രോഗങ്ങൾ തടയാൻ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് വ്യാപിക്കാൻ കാരണമാകുന്നു. ഇതൊക്കെയാണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അഥവാ AMR വ്യാപിക്കാനുള്ള പ്രധാന കാരണങ്ങൾ. AMR അഥവാ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് തടയാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? ആന്റിബയോട്ടിക്കുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക. ആന്റിബയോട്ടിക്കുകൾ പൂർണ്ണമായ കോഴ്സ് കഴിക്കുക. ആരോഗ്യ സംവിധാനങ്ങളിൽ അണുബാധ നിയന്ത്രണ നടപടികൾ പാലിക്കുക. അതുപോലെ തന്നെ ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുക. ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അഥവാ AMR അവബോധം വളർത്തുക. ഇതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തുക. ഇതൊക്കെയാണ് AMR തടയാനുള്ള മാർഗങ്ങൾ. എന്താണ് AMR അഥവാ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്? എന്തൊക്കെയാണ് ഇതിന്റെ പ്രശ്നങ്ങൾ? എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള വളരെ ചെറിയ ഒരു വിശദീകരണമാണ് നാം ഇന്ന് ഈ ക്ലാസ്സിൽ നടത്തിയത്. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കൂടുതൽ ക്ലാസ്സുകളുമായി വീണ്ടും കാണാം. തൽക്കാലം നിർത്തുന്നു. ബൈ. ജയ് ഹിന്ദ്.